റാന്നി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 115 രൂപയാണ് SUV യിൽ 2 പേര് യാത്ര ചെയ്യാൻ. ഒരാൾക്ക് 40 രൂപ, 2 പേർക്ക് 80 രൂപ, ഒരു SUVക്ക് 55 രൂപ. അപ്പോൾ 115 റുപ്പീസ്. ഈ റിസർവ്ഡ് ഫോറസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങാം കേട്ടോ, ചിമ്മിനിയുടെ. മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എച്ചിപ്പാറ EDC, നല്ല പേര് എച്ചിപ്പാറ. പക്ഷെ വ്യൂ ഒന്നൊന്നര വ്യൂ അല്ലേ. എന്താ റോഡ്, നല്ല റോഡ്. എന്തോ ചേട്ടന്മാര് വഴിയിൽ ഇരുന്നിട്ട് കുശലം പറയുന്നുണ്ട്. തേക്കൊന്നുമല്ല, റബ്ബർ തന്നെ. അത് ചിലപ്പോ ആയിരിക്കും. ഇറങ്ങി വന്ന് പെട്ടുപോയി. നമ്മളെ ബാക്കിൽ ഒരു ബൈക്കുകാര് കപ്പിൾസ് അവരെ കടത്തി വിട്ടു. നമ്മൾ മനഃശാന്തിയുടെ ശാന്തി. ആഹാ, ഇങ്ങനെ എൻജോയ് ചെയ്തപ്പോ ഇവിടെ ഒന്ന് സ്പീഡിൽ പോകണം, വളരെ പോയാൽ മതി. മൊത്തം റുബർ, ചില കിളികളുടെ ശബ്ദം കേട്ടോ. മോളിക്ക് കാണിച്ചു. മറ്റേ ഭാഗം മൊത്തം ക്യാഡ്, ഫോറസ്റ്റ്. മനസ്സിലാവണില്ല. നവവിഭവ മൂല്യവർദ്ധിത ഉൽപ്പന്ന സംസ്കരണ. ഈ ഓഫീസിന്റെ പേരൊന്നും അറിയാൻ നമ്മളില്ല. രണ്ട് വഴിയുണ്ട്, 3 വഴിയാണ്. ഇങ്ങോട്ട് ഒന്ന് കർത്തൻ ഡാം, ഒന്ന് ഡാം സൈറ്റ്. അവിടെ പോയിട്ട് വന്നിട്ട് വരുന്നില്ല. മെഡിക്കൽ ഗാർഡൻ, സ്റ്റാർ ഫോറസ്റ്റ്.
ഇങ്ങോട്ടുള്ള വരും ജയിച്ചിട്ട് സ്ഥലം ചേച്ചി ഇങ്ങോട്ട് പോയെന്താ? അവിടെ പോയെന്താ? അങ്ങോട്ട് പോയെന്താ? കൊട്ടവഞ്ചിയാ അവിടെ അല്ലേ? അവിടെയാ ക്വാർട്ടേഴ്സാ? ആ അങ്ങനെ വിജനമായി കിടക്കുന്നു അല്ലേ? ഒന്നുമില്ല. ആ ഓക്കെ. ഇവിടെ എന്തെങ്കിലും എൻട്രൻസ് ഉണ്ടോ? എന്തെങ്കിലും ചാർജ് ഉണ്ടോ കയറാൻ? ഒന്നുമില്ല. അതിന് ദൂരം നടക്കാനില്ല. ഇതിപ്പോൾ ഈയും നോക്കിയേ വെള്ളത്തിലിങ്ങനെ കാണാം. നമ്മൾ ചിമ്മിനി ഡാമിലെത്തി. ഇതാ ഡാമാണ് നമ്മളെ ബാക്കിൽ കാണുന്നുണ്ടോ? ആ എന്താ ഭംഗി. അപ്പോൾ നമ്മളെ ബാക്കിലാണ് എൻട്രൻസ്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരികയാണ്. നല്ല അടിപൊളി. ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? ആ ഭാഗത്തായിട്ട് കൊട്ടവഞ്ചിയിൽ കയറാം നമുക്ക്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കണ്ടില്ലേ? പിള്ളേർ ഊഞ്ഞാലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ. ഓക്കെ, നീലാകാശം, നീലക്കായൽ, പച്ചപ്പർവ്വതങ്ങൾ, ഇവിടെ പച്ചപ്പുല്ല്. അപ്പോൾ ഗൈസ് നമ്മൾ ഡാമിൽ നിന്ന് ഇറങ്ങി വേറൊരു വഴി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഡാമിൻ്റെ അടുത്തുള്ള വേറെ വഴി. അത് നമുക്ക് ക്വാർട്ടേഴ്സ് കണ്ടിട്ട് വരാം അല്ലേ? ക്വാർട്ടേഴ്സ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ വിജനമായ ഒരു വഴിയിലൂടെ ഞങ്ങൾ പോവുകയാണ്. വഴി ഉണ്ടാണോ അവിടെ? എൻ്റെ പൊന്നോ, സൈഡില് ശ്രദ്ധിക്കണം. സൈഡ് ഡീപ്പാണ്. പോണ്ടല്ലേ? ഇതാണ് ആ പറഞ്ഞ ക്വാർട്ടേഴ്സ്. പ്രേതാലയം പോലെ ഉണ്ട് കണ്ടില്ലേ? മൈ ഗോഡ്, നോക്കിയതിൻ്റെ സെറ്റപ്പ് ഹൊറിഫിക് ആൻഡ് ഹൊറിബിൾ. കാടിൻ്റെ നടുവിൽ ഇങ്ങനൊരു സ്ഥലം. ചിലപ്പോൾ വല്ല പുലിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പം മുന്നോട്ടുള്ള റോഡെന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര നേരമാണ്, പോകാൻ പറ്റുന്നില്ല. പോവാം, പക്ഷേ ഈ സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലേ? ആ റൈറ്റ് സൈഡിൽ ഭയങ്കരമായിട്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സ് റോഡ് ഒഴിവാക്കി നേരെ തിരിച്ചു വന്നു. റിവേഴ്സ് അടിച്ചിട്ടാണ് ഫുള്ള് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ ആ എർത്ത് ഡാമിൻ്റെ താഴത്തെ സൈഡിൽ കൂടെയുള്ള റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
മുകളിൽ എർത്ത് ഡാം, അപ്പുറത്ത് മൊത്തം വെള്ളമാണ്. താഴേക്കൂടെ ഒരു വഴിയുണ്ട്, അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സീനിക്കായിട്ടുള്ള റൂട്ട്. മുകളിലേക്കായിരിക്കുമല്ലോ, താഴേക്കായിരിക്കും അല്ലേ? ഇതോടൊരു മുകളിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്ക്ഡാണ്. നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടും. അങ്ങോട്ടും വഴി പോകുന്നുണ്ടല്ലോ. അവിടെ എന്താ കാണാനുള്ളത്? അത്തോളൂ. ഈ വഴി എന്താ പോകുന്നത്? അറിയാം. റിസർവറിന്റെ അറ്റം കാണാനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടും കാടല്ലേ. ഇവിടെ ഒരു വഴി ഇങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷെ അവിടെ തന്നെ അത്രേ ഉള്ളൂ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടത് ഡാം പണിയുമ്പോൾ അവിടെ വർക്കേഴ്സിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ക്വാർട്ടേഴ്സ് ആയിരുന്നിരിക്കണത്. പിന്നെ അബാൻഡൻ ചെയ്ത് പോയതായിരിക്കും എന്നാണ് തോന്നുന്നത്. കുറേ വർഷങ്ങളായിട്ട് അബാൻഡൻ ചെയ്താണെന്നാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന രംഗം. ഇതൊക്കെ വീണ്ടും അബാൻഡൻഡ് ക്വാർട്ടേഴ്സ് തന്നെയാണല്ലേ. അങ്ങനെ ഒരുപാട് അബാൻഡൻ സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. അതിൻ്റെ ഇടയിൽ പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട്. അതാ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്താണിത്? അതെന്താ മുകളിൽ എന്താ ടാങ്കോ പൈപ്പോ എന്തോ സംഭവം? പിടുത്തോളം കിട്ടുന്നില്ല. പക്ഷെ മൊത്തം കാടാണ്, അത് ഉറപ്പാണ്. ഞങ്ങൾ വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തില്ല, എവിടെ പോകണം എന്നൊരു പിടുത്തില്ല. പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ ഒരു ഗംഭീരമായൊരു മരം കിടക്കുന്നുണ്ട്. KSEBയുടെ താഴേക്കാണോ മുകളിലേക്കാണോ? ജലവൈദ്യുത പദ്ധതി ചിമ്മിനി. എന്താ മരല്ലേ അത്? ഇവിടെ കുറെ മരത്തിന്റെ സൈസ് കണ്ടില്ലേ? ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് എങ്ങനൊരു സംഭവം. പവർ ഹൗസ്
ഈ ഭാഗം അടച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വരണ്ടല്ലേ. ഇവിടെയും ഒരു വിജനമായ സ്ഥലമാണ്. ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സ് ഉണ്ടോ? ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കണ്ടോ. ആരോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ജിം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പുറകിലാരാ? ഇതവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ സ്റ്റെപ്സ്? അതവിടെ ഇരിക്കാനൊക്കെ ചെറിയ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓ എന്താ വ്യൂ ഇവിടുന്ന്. അടിപൊളി വ്യൂ. രക്ഷയില്ല. ഗംഭീര വ്യൂ കേട്ടോ അവിടുന്ന്. ശരിക്കും ഈ ഡാമിൻ്റെ വ്യൂ കാണണമെങ്കിൽ അതാ ഈ ഭാഗത്ത് തന്നെ വരണം. ഓക്കെ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ. ഈ കാടിൻ്റെ ഉള്ളിൽ എന്തോ സംഭവമുണ്ട്. ഈ ഭാഗം ഉണ്ടോ.
എന്തോ ഒരു അവശിഷ്ടം അവിടെ കിടക്കുന്നത്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആകെ നോക്കി ഒരു വ്യത്യസ്തമായ ഫീലിംഗ് ഉണ്ടോ. ഇവിടെ എവിടെയോ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ക്ലിയറല്ല, മരങ്ങൾ അതാ പോകുന്നു. ആനയുടെ തല കാണാം. ഓരോ ആനനെ കിട്ടി. ഇപ്പൊ കിട്ടി. കുറേ എണ്ണം ഉണ്ട്, ചെറിയ ചെറിയതാ. ഒരു വലുതും പിന്നെ കുറെ കുട്ടി. ഇപ്പം നന്നായിട്ട് കിട്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ കാളത്തോട് എന്നുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇലൈച്ചി കോ ഡോട്ട് എന്ന് പറഞ്ഞ ചായക്കടയിൽ നിർത്തിയിരിക്കുകയാണ്. ചെറിയൊരു ചായക്കട കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇലൈച്ചി ചായയാണ് ഓർഡർ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി ഓടിച്ച് തളർന്നു കേട്ടോ. അടിക്കണം, നല്ല മേലുവേദനയൊക്കെ മാറി. ഗൈസ്, നല്ല ഉഗ്രം ചായ, ഇലൈച്ചി ചായ അല്ലേ, നല്ല ചായ അല്ലേ. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ ഈ സാധനം ട്രൈ ചെയ്യണം കേട്ടോ. കൂടെ കഴിക്കാൻ ഒരു ബീഫ് കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ, റെജി ഒരു ചിക്കൻ കട്ട്ലേറ്റ്. നല്ല ചായ അല്ലേ. നമ്മളെ ട്രിപ്പ് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി സീനറി ആയിരുന്നു. ഞങ്ങൾ ശരിക്കും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയ പോലെ ഫീലിംഗ് ആയിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. ലേക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.